ഇന്ന് ഗൾഫ് അക്കൗണ്ടിങ് എന്നുള്ള പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഗൾഫ് അക്കൗണ്ടിങ് എന്നുള്ളൊരു പരമ്പര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു 3-4 ദിവസമായിട്ടോ, കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പുതുതായിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൾഫിലേക്ക് ഇപ്പോൾ അക്കൗണ്ടൻറ്റ് ജോലിക്ക് പോകുന്ന സമയത്ത് ടാലി പ്രൈമിൽ കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക, ടാലി പ്രൈമിൽ ഓരോ ഓപ്ഷൻസും എങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരമ്പര തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഗൾഫ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോകൾ ഒരു 5-6 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചിട്ട് പോകാം. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ആദ്യം കമ്പനി ക്രിയേഷൻ, പിന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യൽ, പിന്നെ വാറ്റ്, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്കും ഒരു ഓർഡർ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പരമ്പര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലെഡ്ജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ലെഡ്ജർ എങ്ങനെയാണ് ഓൾട്ടർ ചെയ്യുക, ലെഡ്ജർ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഗൾഫ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് ലെഡ്ജർ ഓൾട്ടർ ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാസ്റ്റേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് ഓൾട്ടർ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെഡ്ജറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്? ക്രിയേറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. നമ്മൾ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ്, ഇൻവെൻറ്ററി മാസ്റ്റേഴ്സ് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്കിവിടെ ഓരോ ലെഡ്ജറായിട്ട് നമുക്കിവിടെ പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടാലിയിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് 2 ലെഡ്ജേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് അത്? ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ആ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഉണ്ടെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? നമ്മൾ ഒന്നും കൂടി എസ്കേപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ വന്ന സ്ക്രീനിലേക്ക് പോകുക, അതായത് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക്. അതിൽ ക്രിയേറ്റ് എടുക്കുന്നതിന് പകരം ഓൾട്ടർ ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുത്താൽ മതി. ഓൾട്ടർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഇപ്പോൾ ഞാൻ ഒരു ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ടാലി നമുക്ക് തരുന്ന 2 ലെഡ്ജേഴ്സാണ് ക്യാഷ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഈ ലെഡ്ജർ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത ലെഡ്ജറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ബാക്കിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ടാലി പ്രൈമിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. ERP-യിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് നേരെ ലെഡ്ജർ ക്രിയേഷൻ്റെ ബോക്സിലേക്ക് പോയി നമുക്ക് ഫസ്റ്റ് ലെഡ്ജർ ഇവിടെ നമുക്ക് പേര് കൊടുക്കാം ക്യാപിറ്റൽ. നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും അണ്ടർ. ഓരോ ലെഡ്ജറും അതാത് ഗ്രൂപ്പുകളിലേക്കാണ് കൊടുക്കേണ്ടത്. നമുക്ക് ടാലിയിലെ ഡീഫോൾട്ടായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പുകൾ കൊടുക്കൽ ഏതാണ് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതേത് ഗ്രൂപ്പുകളിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എന്നുള്ളത് ഏത് ലെഡ്ജറിലേക്കാണ് കൊടുക്കേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ലെഡ്ജറിലേക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ചിലതൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേജസ്. അപ്പോൾ അത് നമുക്ക് സംശയമാവും ഏതിലേക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അവിടെ ചോദിക്കും മെയിലിംഗ് നെയിം, അഡ്രസ്സ്, അതായത് പ്രൊപ്പറേറ്ററുടെ പേര്, അഡ്രസ്സ്, പിന്നെ എമിറേറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് എന്നാണ് പറയുക. പക്ഷേ ദുബായിൽ ഫോറിൻ കൺട്രീസിലാകുമ്പോൾ അവിടെ സ്റ്റേറ്റിന് പകരം അവിടെ എമിറേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മുടെ എമിറേറ്റ് ഇപ്പോൾ ദുബായി ആണ് വന്നിരിക്കുന്നത്. അവിടെ കൺട്രി UAE ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇവിടെ
PO ബോക്സ് നമ്പർ, അതേപോലെ തന്നെ മെയിലിംഗ് ഡീറ്റെയിൽസ് ഈ ലോക്കൽ ലാംഗ്വേജിൽ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് അറബിയിൽ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാം. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഒരു ലെഡ്ജർ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ലെഡ്ജറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബാങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ SIB ബാങ്ക് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഗ്രൂപ്പാണ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ഗ്രൂപ്പ് കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ട്സ് കറക്റ്റ് ആവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് തരുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു അക്കൗണ്ട്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ നോക്കിയിട്ട് ചിന്തിച്ചെങ്കിൽ ഇപ്പോൾ ഏതാണ് നമ്മൾ കൊടുത്തത് ബാങ്കാണ്. അപ്പം നമുക്ക് ബാങ്കിലൂടെ എന്താണ് ബാങ്ക് അക്കൗണ്ട്സ് ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. നമ്മൾ ബാങ്ക് അക്കൗണ്ട്സ് ഉള്ള ഗ്രൂപ്പിലേക്ക് കൊടുത്തു. അപ്പം നമുക്ക് ഇവിടെ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ, അതേപോലെ തന്നെ IBAN, അതേപോലെ തന്നെ ബാങ്ക് സ്വിഫ്റ്റ് കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൊടുക്കാം. ബാങ്ക് കോൺഫിഗറേഷൻ എന്നുള്ളതാണെങ്കിൽ സെറ്റ് ഓൾട്ടർ റേഞ്ച് ഫോർ ചെക്ക് ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു ചെക്ക് ബുക്ക് കിട്ടുകയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റേഞ്ച് നമുക്ക് കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ ഒരു ചെക്ക് ബുക്കിലാണെങ്കിൽ ഇത്ര ചെക്കുകൾ ഉണ്ട് എന്നുള്ളത് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്കത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെക്ക് ബുക്ക് നമ്മളെ എഴുതി കൊടുക്കുന്ന സമയത്ത് നമുക്ക് തെറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഓപ്ഷനാണിത്. അത് കഴിഞ്ഞാൽ എനേബിൾ ചെക്ക് പ്രിൻറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യെസ് കൊടുത്താൽ മതി. പിന്നെ സെറ്റ് ഓൾട്ടർ ചെക്ക് പ്രിൻറ്റിങ് കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്ക് ചെക്ക് പ്രിൻറ്റിങ്ങിൽ നമുക്ക് കോൺഫിഗറേഷൻ, നമുക്ക് എത്ര കോപ്പി വേണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ മെയിലിംഗ് നെയിം, അഡ്രസ്സ്, അതേപോലെ തന്നെ എമിറേറ്റ് വന്നു, കൺട്രി വന്നു, ഇവിടെ PO ബോക്സ് നമ്മുടെ നമ്പർ, അവിടെ PO ബോക്സ് നമ്പർ വന്നു. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. നമ്മുടെ 2 ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് പറഞ്ഞൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് പർച്ചേസ് നമ്മൾ ഏതിലേക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്? പർച്ചേസ് അക്കൗണ്ട്സ് ഉള്ള ഗ്രൂപ്പിലേക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ P അടിച്ചു കഴിഞ്ഞാൽ Pയിലുള്ളത് എല്ലാം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പർച്ചേസ് അക്കൗണ്ട്സ് ഉള്ളതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സിൻ്റെ കുറച്ച് ബേസിക്സ് കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് അക്കൗണ്ടിങ്, അതേപോലെ തന്നെ ഒരു 5-6 വീഡിയോസ് ആ തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ആ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് കാണുകയാണെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളിത് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അടുത്ത ലെഡ്ജർ നമുക്ക് കൊടുക്കാം സെയിൽസ് ഉള്ള ലെഡ്ജർ കൊടുക്കാം. സെയിൽസ് ഉള്ളത് അടിച്ചു. അണ്ടർ നമ്മൾക്ക് സെയിൽസ് അക്കൗണ്ട്സ് ഉള്ള ഗ്രൂപ്പിലേക്കാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെർച്ച് ചെയ്യാൻ എസ്സിലുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ സെയിൽസ് അക്കൗണ്ട് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു പാർട്ടി നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ രാജ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിക്കണമെന്ന് വിചാരിക്കുക. നമുക്കിവിടെ രാജ് എന്ന് പറഞ്ഞൊരു പാർട്ടി അടിക്കാം. അപ്പോൾ രാജിൻ്റെ അടുത്ത് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ രാജ് നമ്മളെ സംബന്ധിച്ചോളം ക്രെഡിറ്ററാണ്, നമ്മൾ കൊടുക്കാനുള്ള പാർട്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ എസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എസ്സിലുള്ളത് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. നമ്മളിവിടെ ഏതാണ് കൊടുക്കേണ്ടത്? സാലറി ക്രെഡിറ്റേഴ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് നെയിം, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുക്കാം. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ടോം എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഗുഡ്സ് വിൽക്കുന്നു. അപ്പോൾ ടോം നമ്മളെ സംബന്ധിച്ചോളം ആരാണ്? സൺട്രി ഡെറ്ററാണ്. അപ്പം നമുക്ക് ഇവിടെ സൺട്രി ഡെറ്റർ എന്നുള്ളതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ. അപ്പം നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ ഈ ഓപ്ഷൻ നമ്മൾ യെസ് കൊടുക്കണം. കാരണം ഈ ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പാർട്ടിയുടെ ബാലൻസ് നമുക്ക് ബിൽ ബൈ ബില്ലായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഒരു പാർട്ടിയുടെ അടുത്ത് തന്നെ നമ്മൾ ഒരുപാട് പർച്ചേസുകൾ നടത്തും. അതേപോലെ തന്നെ ഒരു പാർട്ടിക്ക് നമ്മൾ ഒരുപാട് സെയിൽസ് നടത്തും. അപ്പോൾ ഓരോന്നിനും ഓരോ ബിൽ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബിൽ വൈസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴും കിട്ടുമ്പോഴൊക്കെ ഒരുപാട് എളുപ്പമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പാർട്ടികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഓപ്ഷൻ നമുക്ക് യെസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മളിത് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഇത് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നെയിം, അഡ്രസ്സ്, അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പം നമ്മൾ 3-4 ലെഡ്ജർ ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയിട്ട് ലെഡ്ജറൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? ജസ്റ്റ് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾക്ക് ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്യാപിറ്റൽ, അതേപോലെ തന്നെ പർച്ചേസ്, രാജ്, സെയിൽസ്, SIB ബാങ്ക്, ടോം എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ലെഡ്ജേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റി. ഇപ്പം നമുക്ക് ഒരു ലെഡ്ജർ അടിക്കുന്ന സമയത്ത് നമ്മൾ തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. ഒന്നുകിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആകാം, അല്ലെങ്കിൽ അതിൽ അണ്ടർ കൊടുത്തത് തെറ്റിപ്പോവാം. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മിസ്റ്റേക്കുകൾ വരാം. അപ്പം നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം.
അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തതാണ് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടറാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ട് എടുക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടറാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇവിടെ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ട് എടുത്തു, അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ നമുക്ക് സ്പെല്ലിങ് തെറ്റിപ്പോയി വിചാരിക്കാം, നമുക്ക് ഇവിടെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടർ കൊടുക്കൽ നമ്മൾ തെറ്റിപ്പോയി, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകളാവാം. അപ്പോൾ ആ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് സേവ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എൻ്റർ അടിച്ച് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വിക്കായിട്ട് സേവ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കീ ആണ് കൺട്രോൾ എ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് തന്നെ നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ആണ് എടുക്കേണ്ടത്. നമുക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഓൾട്ടറാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് ഒരു ലെഡ്ജർ എങ്ങനെയാണ് ഡെലിറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കാം. അപ്പോൾ നമ്മളൊരു ലെഡ്ജർ ഉണ്ടാക്കി കഴിഞ്ഞു, അപ്പോൾ നമുക്ക് ആ ലെഡ്ജർ വേണ്ട, അപ്പോൾ നമുക്കത് ഡെലിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് പർച്ചേസ് എന്നുള്ള ഒരു ലെഡ്ജറാണ് നമുക്ക് ഡെലിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോഴും നമ്മളിവിടെ എന്താണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്? ഇവിടെ നമ്മൾ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ നമ്മൾ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ നമുക്ക് പർച്ചേസ് എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഡെലിറ്റ് ചെയ്യാനുള്ള കീ പറയുന്നത് ഓൾട്ടും ഡിയുമാണ്. ഓൾട്ട് ഡി പ്രസ് ചെയ്തു, അപ്പോൾ ഇവിടെ ചോദിക്കും ഡെലിറ്റ് യെസ് ഓർ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഡെലിറ്റ് ചെയ്യാൻ വേണ്ടതെങ്കിൽ നമ്മൾ എന്താണ് അടിക്കേണ്ടത്? യെസ് ആണ് അടിക്കേണ്ടത്. നമ്മൾ ഡെലിറ്റ് ചെയ്യുന്നില്ല തൽക്കാലം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റിലേക്കാണ് പോകേണ്ടത്. ഉണ്ടാക്കിയിട്ടുള്ള ലെഡ്ജറെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ഓൾട്ടറാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതേപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിലും എന്താണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്? ഓൾട്ടറാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഡെലിറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്താണ്? ഓൾട്ട് ഡി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലെഡ്ജർ നമ്മൾക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ഡെലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.